ഇന്നിപ്പോ എന്താണ് നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലെ ഐറ്റം പണ്ടത്തെ ഒരു പലഹാരമാണ്. വീട്ടുണ്ണയൊക്കെ പോകുമ്പോ പഴയ കാലത്ത് കിണ്ണത്തപ്പം പിന്നെ എന്തൊക്കെയാ കള്ളപ്പം കിണ്ണത്തപ്പം ഇങ്ങനെ കൊണ്ടുപോവുക. ആ ഒരു പഴയ രീതിയിലുള്ള ഒരു അപ്പത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് 300 ഗ്രാം അരിപ്പൊടി. ഈ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മള് തവിടുള്ള അരിയുടെ അരിപ്പൊടിയാണ്, സാധാരണ വെള്ള അരിപ്പൊടിയല്ല. പിന്നെ 300 ഗ്രാം ശർക്കര എല്ലാം ഈക്വലാണ്. 300 ഗ്രാം ശർക്കര, 300 ഗ്രാം അരിപ്പൊടി. പിന്നെ നാളികേരം ഒരു 2 നാളികേരം വേണം. പിന്നെ നമുക്ക് ഏലക്കായ കുറച്ച് വേണം, ജീരകം വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കിണ്ണത്തപ്പത്തിന്റെ ഇതല്ല, കിണ്ണത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കിണ്ണത്തപ്പം എന്നുള്ള പേര് വന്നത്. ഓക്കെ, അപ്പൊ അതിന് ശർക്കര കുടിക്കാൻ വെള്ളം എത്ര ഗ്ലാസ് വെള്ളം? ശർക്കര കുടിക്കാൻ ഗ്ലാസ്സുകളൊന്നുമല്ല, കുറച്ച് വെള്ളത്തിലേക്ക് ശർക്കര പാനി ഉണ്ടാക്കിയാണ്. അപ്പൊ ശർക്കര കുടിക്കാൻ വെള്ളം ഒഴിച്ചു, അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒഴിച്ചു. ഇനി നാളികേരം ചെരുകാം. നാളികേരം ചെരുകാൻ പോകും. 2 നാളികേരം, ഇത് 3 നാളികേരം ഉണ്ട്. ചെറിയ നാളികേരം ആയതുകൊണ്ട് 3 എടുത്തുള്ളതാണ്. ശർക്കര പാവ് ചൂടോട് കൂടിയിട്ടാണ് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചുള്ളത്. സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു സോഫ്റ്റ് കിട്ടാനാണ്, അല്ലെങ്കിൽ പലുണ്ടാവും കഴിക്കുമ്പോൾ അധികം ചിലവാൻ പാടില്ല. അപ്പൊ ഇത് ഒഴിച്ച് ഉരുക്കിയ വശം നല്ല ചൂട് കൊടുക്കാൻ അരിയിൽ അരിപ്പൊടിയിൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇരിക്കട്ടെ അവിടെ. അത് കഴിഞ്ഞിട്ട് നാളികേരപ്പാല് പിഴിഞ്ഞിട്ട് ഒഴിക്കണം. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും ഇല്ല, ഫുള്ള് നാളികേര ഇട്ടിട്ട് അടിച്ചിട്ട് ഒഴിക്കുക. സ്വല്പം കൂടെ നാളേരം ചെരി കഴിഞ്ഞു. എളുപ്പമല്ല ഈ നാളേരം ചെരി കേട്ടാ. 1, 2, 3, 6 മുറി നാളേരം ചെരി ഉണ്ടാക്കണം. അതന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടത്. നാളേരം ചെറിയ നാളേരം നമ്മൾ മിക്സിയിലേക്ക് ഇട്ടു. നാളേരം ഒഴിച്ചിട്ട് പാല് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം പിഴിഞ്ഞ്, 2-ാമത്തെ പ്രാവശ്യം പിഴിഞ്ഞ്, ഇത് 3-ാമത്തത് പിഴിയാൻ പോണിട്ടാ. പിഴിഞ്ഞ് ഇതിലൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതൊന്ന് കലക്കണം. ഞാൻ കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളൂ. ഇനി ഇത് വെള്ളം ആവശ്യമുണ്ട് വെച്ചെങ്കിൽ 2-ാമത് വെള്ളം ഒഴിച്ചിട്ട് ആക്കാച്ചിട്ടാണ്. നല്ല പോലെ ഇളക്കാനുള്ളത്. ഈ വെള്ളം നല്ല ആവശ്യമില്ല. കട്ടനെ ലൂസാക്കണം. അപ്പം ചിലപ്പോൾ നാളികേരപ്പാലിന് വേണ്ടി വരില്ല, ചിലപ്പോൾ വേണ്ടി വരുള്ളൂ. ഇപ്പം എത്ര പ്ലേറ്റിലേക്കുള്ള മാവുണ്ടാവും? ഒരു 3-4 പ്ലേറ്റുകളുണ്ടാവും. ഇവനെ നമ്മൾ അടിപൊളിയാക്കിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളൂ. അതിന് വേണ്ടോ? അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് ശരിയായി. അതിനെ കുഴച്ച് ലൂസാക്കി കുഴയ്ക്ക് കൈകൊണ്ട് ഇളക്കി അതിനെ കട്ടകളെ കുടച്ച് അതിനെ മാവ് ലൂസാക്കി കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കളർ സാധാരണ നിങ്ങൾ കാണുന്ന വെള്ള കളർ എനിക്ക് കിട്ടില്ല, കാരണം വെള്ളപ്പൊടിയല്ല, അതുകൊണ്ട്. അപ്പൊ നമ്മുടെ കിണ്ണത്തപ്പത്തിന് മാവ് ശരിയായി കഴിഞ്ഞു. കുറച്ച് ജീരകം ഇടണം. അപ്പൊ ജീരകം ഞാൻ എടുത്തരാം. ജീരകത്തില്ലേ? ഇത് മതിയാ? ഒരു മതി. ഒക്കെ കൈ കണക്കല്ലേ? ഏലക്കായ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഏലക്കായ പൊടിച്ച് വെച്ചതാണ് ഇട്ടത്. കണ്ട, ഏലക്കായ പൊടിച്ച് വെച്ചതാണ് അത് ഇതിലിടുന്നു. ഏലക്കായ്ക്ക് ഭയങ്കര വില കേട്ടാ. കിലോന് 3000 രൂപയാണ്. പക്ഷേ ഏലക്കായ നമ്മൾ മേടിച്ച സെക്കൻഡിന് തന്നെ 2500 രൂപ. നല്ല ക്വാളിറ്റി കിട്ടാൻ 3000-3500 രൂപ വേണമെന്ന് പറഞ്ഞാൽ കിടക്കാൻ. അത് ഫുള്ള് ഉടക്കണം കേട്ടാ, അല്ലെങ്കിൽ
പലഹാരത്തിന് ടേസ്റ്റ് വ്യത്യാസം വരും. കൂട്ട് ശരിയായി. കൂട്ട് ശരിയാക്കി അതിലെ കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ കൈകൊണ്ട് ഉടച്ചുടച്ച് ഇതേ പരിവം വേണം. അതേപോലെ ഇനി നമുക്ക് കിണ്ണ കഴുകി തുടച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം. കൈകൊണ്ട് പരത്തണ്ടേ? കൈ കൊണ്ടാണ് പരത്തന്നിട്ട. സാധാരണ ഇതിനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു നാടൻ ഫാമിലി ആയതുകൊണ്ട് ഈ നാട്ടിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് പരത്തി ഒരു കയ്യില് നോക്ക് പരത്തി ലെവലാക്കിണ്ട്. ഒന്നര കയ്യിൽ വെച്ചു തള്ളി സാധന അതെന്തത് അതങ്ങനെയാണ്. ഏത് ക്വാണ്ടിറ്റിയിൽ ഒഴിക്കുന്ന ചെയ്യാൻ ഓരോന്നും. ഇതാണ് ഈ മാവിൻ്റെ പരിവ്. ഇങ്ങനെ ഇരിക്കണ മാവ്. നമ്മളത് 2 കയ്യിലാണ് ഒരു കിണ്ണത്തിലേക്ക് ഒഴിച്ചത്. പുറത്തൊന്ന് കുത്തി നോക്കുക. എന്ത് എടുക്കാൻ ഇനി അടുത്തത് എണ്ണ വെച്ചിട്ട് എണ്ണ പറ്റി വെച്ചിട്ട് അടിയിലത് ഊറും. അവനെ കട്ടയാവും. കട്ടയായി കഴിഞ്ഞാൽ ഈ രൂപം കിട്ടില്ല. ഇതിന്റെ കളർ കണ്ടില്ല. സാധാരണ കിണ്ണപ്പം വെള്ളമായിരിക്കുക. ഇത് നമ്മുടെ ശർക്കര ഒഴിക്കുമ്പോൾ പഞ്ചസാര ഒഴിക്കുമ്പോൾ വെള്ളം, വെള്ളം, ശർക്കര ഒഴിക്കുമ്പോൾ ഈ കളർ. പക്ഷെ ഇത്രയും കളർ ഇത് പിന്നെ അരി കൂടിയാകുമ്പോഴേ ശർക്കര ഒഴിക്കുമ്പോൾ തവിട്ട് കളർ വരും. പിന്നെ ഇത് തവിടുള്ള അരി കാരണം കൂടുതൽ കളറായി. ഇപ്പൊ രണ്ടാമത്തെ നമ്മള് ഉണ്ടാക്കാൻ പോകും. ഇതിനൊരു ചെരിവുണ്ട്. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞോളാണ്. പിന്നെ അതപ്പം വെന്ത് കഴിയും. ഒരു 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. 300 ഗ്രാം അരിപ്പൊടിയും 300 ഗ്രാം ശർക്കരയും 2 നാളികേരും അതും കൂടി ഉണ്ടാക്കി 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. 5 എണ്ണം നമുക്കിത് കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്യാം. എന്താ കളറ്? ഇത് അതുപോലെ ഇരിക്കുന്നില്ല. ഇത് ചൂടുണ്ട്. ചൂടാറിയാലാണ് പെട്ടെന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വേണേ കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യുന്ന ഡിസൈനായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. പ്ലേറ്റ് മുറിക്കില്ല കേട്ടോ. പ്ലേറ്റ് അങ്ങനെ മുറിക്കില്ല. സെറാമിക്കല്ലേ, അങ്ങനെ മുറിയാന വസ്തുവല്ല ഇത്. നമ്മളേ ഇത് കണ്ട പെട്ടെന്ന് കണ്ട ഇതിങ്ങനെ കിട്ടും. അത് കട്ട് ചെയ്തോ. അത് അവിടെ കിണ്ണത്തപ്പം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു കഷ്ണം ആദ്യം ഫ്രിഡ്ജ് കഴിച്ചു. എന്ത് അലുവയുടെ പോലെ ഉണ്ട് ഇല്ലേ? ഒട്ടിന് കിട്ടണമെന്നില്ല. നല്ല നല്ല സോഫ്റ്റും ഉണ്ട്. പിന്നെ അലുവയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അലുവ കഷ്ണം പോലെ ഇരിക്കണ്ടേ ഇത്. നമ്മള് പഴയ കാലത്തെ രീതിയിൽ ഉണ്ടാക്കിയ സാധനം അത്. പിന്നെ പാകത്തിനുള്ള മധുരം. മധുരം കറക്റ്റ് അത്. കാരണം മധുരത്തിന്റെ കൂട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല നേരത്തെ. എനിക്കത് ഇഷ്ടമായി. സാധാരണ മധുരം കഴിക്കാത്ത ആളാ, പക്ഷെ ഇത് കഴിക്കണ്ടേ. ഇത് എന്തൊക്കെയാ ഇതിൽ അരിപ്പൊടി, നാളികേരം, ശർക്കര, പിന്നെ ഏലക്ക ഇട്ടുണ്ട്, ജീരകം ഇട്ടു കഴിച്ചു. ഇനിയുണ്ട് പണ്ടത്തെ അല്ലേ, പണ്ടത്തെ ഒരു ഓർമ്മയില്ല. ഏലക്കായ നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങ നാളികേരപ്പാലം വെച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ശർക്കര, പിന്നെ തവിടുള്ള അരിയുണ്ട്. മട്ട അല്ല, നമ്മൾ 100% തവിടുള്ള പച്ചരി ഉപയോഗിക്കാം. വീട്ടില് പൊടിപ്പിച്ച് വെച്ചത് പച്ചരി. പച്ചരി എന്ന് വെച്ചാൽ നമ്മള് നെല്ലിന്റെ തൊണ്ട് മാത്രം കളഞ്ഞിട്ടുള്ള അരി, വേറെ ഒന്നും പോളിഷ് ചെയ്യുക അങ്ങനെ ഒന്നും ഇല്ല. ആ അരിയാണ് കുത്തിച്ചിട്ട് പൊടിപ്പിക്കുക. ചേച്ചിക്കോണ ചേച്ചി ചോദിച്ചു. അപ്പോൾ വേറെ നമ്മുടെ കയ്യിൽ ഇതുള്ള അരി ഒരു 6-7 കിലോൻ്റെ അരി പൊടിപ്പിച്ചോണ്ട് നിൽക്കും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞവർ അതിനോട് പച്ചരി മറ്റേത് മേടിച്ചിട്ട് പൊടിപ്പിക്കലില്ല. കിണ്ണത്തിൽ വെച്ചിട്ട് കിണറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ട് ഇത് ഇങ്ങനെ കലക്കിയിട്ട് എത്ര നേരം വെക്കണം? അപ്പം തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഈ അരിപ്പൊടി
കുറച്ച് നേരം ശർക്കര ഉരുക്കിയിട്ട് ആ തിളച്ച ഇതിൽ അരിപ്പൊടിയിൽ ഒഴിച്ചിരിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ചൂടാറുന്നവരെ വയ്ക്കുക. എന്നിട്ട് പിന്നെ നാളികേരപ്പാൽ പിഴിഞ്ഞിട്ട് ചൂടാറി നാളികേരപ്പാൽ പിഴിഞ്ഞിട്ട് തിക്ക് അധികം വേണ്ട. തിക്ക് വേണ്ട. നമ്മുടെ കയ്യിൽ പറ്റുമ്പോൾ കയ്യിലുമ്പോൾ കോട്ടിങ് ആവണം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ദോശമാവ് അല്ല നെറ്റ് ചെറിയൊരു കട്ട്. ദോശമാവിൻ്റെ ഒക്കെ കട്ട് വേണ്ട. കിണ്ണത്തിൽ നമ്മൾ താമസിക്കണ ഫ്ലാറ്റിൽ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കണ ചേച്ചിയാണത്, ജയശ്രീ. ഐറ്റംസ് ഇന്നാളെ എനിക്കൊരു മത്തങ്ങ പായസം കൊണ്ടുവന്നു. നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് കഴിച്ചു. പിന്നെ ഒരു മുരിങ്ങയുടെ ദോശ അത് ഞാൻ കണ്ടു, പക്ഷെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ. പിന്നെ ഇത് കണ്ടു. പിന്നെ ആ പുട്ട് 3 കളറിൽ പുട്ടുണ്ടാക്കിയത് ഞാൻ കണ്ടു, വീഡിയോ കണ്ടിരുന്നു. ഞാനതൊന്ന് ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് ഉണ്ടാക്കാൻ. ഇത് മത്തങ്ങ കറി, മോര് കറി ഇല്ല വയ്ക്കാൻ വന്നിട്ടുണ്ട്. മത്തങ്ങ മോരും കറി അത് നാളെ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു. അത് അപ്പം ഞാനത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്, ലൈക്ക് അടിക്കാറുണ്ട്. ചേച്ചി എന്ത് ചെയ്യണേ? ഞാൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാണ്. അത് ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ട് ഫ്രീ ടൈമിൽ ചെയ്യാം, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് പകുതി സമ്മതത്തിൽ നിൽക്കണം. ഇതെന്തായാലും സൂപ്പറുണ്ട്. ഇനി ഓരോ ഐറ്റംസ് കഴിഞ്ഞ് പുതിയത് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇതിലും നല്ല വീഡിയോ കൊണ്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ.